എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ബിസിനസ് വിത്ത് വിനോദ് ശ്രീധരൻ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ സ്വാഗതം ചെയ്തു. ആദ്യം എന്നെക്കുറിച്ച് ഒന്നൊന്ന് പറയാം. ഞാൻ വ്യവസായ വാണിജ്യ വകുപ്പിൽ നിന്ന് 35 വർഷം ജോലി ചെയ്തിട്ട് ഇറങ്ങിയ ആളാണ്. റിട്ടയർ ചെയ്യുമ്പോൾ ജോയിന്റ് ഡയറക്ടർ അഥവാ ജനറൽ മാനേജർ ജില്ലയുടെ ചുമതലയുള്ള ആളായിട്ടാണ് 2 വർഷം. അതിനുശേഷം 11 ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഫോം ചെയ്തിട്ട് എൻ്റെ CEO മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. MSME സപ്പോർട്ട്സ്, സംരംഭകരെ സഹായിക്കുന്ന സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സാർ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ, പലർക്കും പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻ സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ആൾക്കാരും ന്യൂസിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചാനൽ തുടങ്ങിയത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെല്ലാം അറിയുന്നുണ്ടാകാം, പല രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് പറയുന്നുണ്ട് ഈ സർക്കാരിന്റെ കഴിവുകൾ കൊണ്ടാണ് ഇവിടുത്തെ മലയാളികളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വിദേശത്തേക്ക് കുടിയേറുന്നത്. അത് തെറ്റായ കാര്യമാണ്. നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഇനി പഴയതുപോലെ നമ്മുടെ നാട്ടിലെ കുട്ടികളൊന്നും വിദേശത്ത് പോയി കൊണ്ട് കഷ്ടപ്പെടേണ്ട കാര്യമല്ല. ഇവിടുത്തെ പോകുന്ന ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോകുന്ന കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ക്ലാസ് കഴിഞ്ഞാൽ വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങി പെട്രോൾ പോയി പെട്രോൾ അടിക്കാൻ നിൽക്കുക, ഓരോ കടകളിൽ ചെരുപ്പെടുത്ത് കൊടുക്കാൻ നിൽക്കുക. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എച്ചിൽ പറക്കാനുള്ള പാത്രം കഴിയുന്ന പണിയാണ് നമ്മുടെ ഇവിടുന്ന് പോകുന്ന കോടീശ്വരന്മാരുടെ മക്കള് പൈസ കൊടുത്താണ് പോയിട്ട് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്നുകൂടെ ആലോചിക്കണം. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കുള്ള അവസരങ്ങളുണ്ട്. നമുക്കിത് തെളിയിച്ചെന്ന 3 ചെറുപ്പക്കാരുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഈ 3 ചെറുപ്പക്കാരെന്ന് പറയുന്നത് എനിക്ക് ഏകദേശം ഒരു 35-36 വയസ്സാണ്. ഒരു സ്കൂളിലൊക്കെ പഠിച്ചിരുന്നതാണ്. ഒരാളുടെ പേര് അഭിനന്ദ്, രണ്ടാമത്തെ ആളിന്റെ പേര് സജീഷ്, മൂന്നാമത്തെ ആള് ചിന്തു. 3 പേരും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ 3 പേരും കൂടെ ശരിക്കും ചെയ്തത്, ഈ അഭിനന്ദ് എന്ന് പറയുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് അന്നുകൂട്ടി അവന്റെ രക്തത്തിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്തു തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ്. കൂടെ നിന്ന് സഹായിക്കുന്നത് ഈ പറഞ്ഞ 2 കൂട്ടുകാരാണ്. അപ്പൊ അതിൽ നിന്നാണ് അവർ വരുമാനം ഉണ്ടാക്കി തുടങ്ങിയത്. നല്ല രീതിയിൽ വർക്കൗട്ടായി. അവരുടെ ക്യാൻവാസ് ചെയ്യുന്ന വർക്കുകളെല്ലാം കൂടുതൽ ഇൻസ്റ്റാഗ്രാം ആയിട്ടാണ്. അവരുടെ ക്ലയൻസ് കൂടുതലും ഉള്ളത് അമേരിക്കയിൽ നിന്നൊക്കെയാണ്. അവര് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയപ്പോഴത്തേക്കും 7 വർഷമായിട്ട് വർക്ക് ചെയ്ത് 10-70 പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ചെറുപ്പക്കാര്. അവരുടെ കഴിഞ്ഞ വർഷം ഏറ്റവും ബെസ്റ്റ് പെർഫോമർക്ക് അവർ കൊടുത്തത് വോക്സ് വാഗന്റെ പോളോ കാറാണ്. 10 ലക്ഷം രൂപയുടെ കാറാണ് സമ്മാനമായിട്ട്. ബാക്കി 4 നല്ല ബെസ്റ്റ് പെർഫോമർമാർ കൊടുത്തത് പോയി അടിച്ചു പൊളിക്കാനായിട്ട് തായ്ലൻഡിൽ പോയി അടിച്ചു പൊളിക്കാനായിട്ട് 4 പേർക്ക് ടിക്കറ്റ് പോയി. അത് ആലോചിച്ച് നോക്കും. നമ്മുടെ മലയാളി പിള്ളേർ ചെയ്യുന്ന കാര്യമാണ്. അവരുണ്ടാക്കിയ പൈസയിൽ നിന്ന് അവർ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത് ചെയ്യുന്ന കാര്യം. പക്ഷെ അവർ ചെയ്തത് അതിൽ നിന്ന് സമ്പാദിച്ച പൈസ അതിനോടൊപ്പം തന്നെ മാറ്റിവെക്കുകയും ഇതിനകത്ത് ഈ ഒരാളുടെ കാര്യമാണ് അഭിനന്ദ് പറഞ്ഞു. രണ്ടാമത്തെ ആളുടെ പേര് സജീഷ് എന്നാണ്. സജീഷ് ആണ് ശരിക്കും പറഞ്ഞ ഇതിന്റെ ഒരു ബ്രെയിൻ. അദ്ദേഹം ഏകദേശം മറൈൻ എഞ്ചിനീയറാണ്. മറൈൻ നേവിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഏകദേശം 27 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഓരോ രാജ്യത്ത് പോയിട്ടും വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും നമ്മുടെ രാജ്യം ഇപ്പോഴും പിന്നിലാണ്, ഇനി ഒരുപാട് വളരാനുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഈ പോയ വളർന്ന രാജ്യങ്ങളെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ബിസിനസ്സുകാർ കേന്ദ്രമാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കച്ചവടക്കാരനും ബിസിനസ് അറിയാവുന്നവർക്ക്. അപ്പൊ എന്തുകൊണ്ട് തനിക്കും സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സ്വന്തം ബിസിനസ് തുടങ്ങുന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് അവർ 3 പേരും കൂടെ തുടങ്ങിയതാണ് PWD അല്ലെങ്കിൽ വർക്കുകൾ എടുക്കുക, കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുക, പിന്നെ വീടുകൾ വെച്ച് കൊടുക്കുക, ഇങ്ങനെ കുറെ വർക്കുകൾ വെച്ചത്. അങ്ങനെ അവർ കുറെ കൈകൊള്ളി കുറെ പൈസ കൊടുക്കും. പക്ഷെ അവരിൽ നിന്ന് ആദ്യം അവർ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇന്റീരിയർ വർക്ക് എടുത്തു കഴിഞ്ഞാൽ കൈകൊള്ളത്തില്ല, അത് ഒരുപാട് സാധ്യതയുണ്ട്. അത് അവരുടെ പണി പഠിച്ചു. അങ്ങനെ അവര് കിൻഫ്ര അപ്പാരൽ പാർക്കിനകത്ത് ഈ അഭിനന്ദിന്റെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് BC ഇന്റീരിയേഴ്സ് എന്നൊരു സ്ഥാപനം തുടങ്ങി. 1 രൂപ പോലും ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടില്ല, 1 രൂപ പോലും ഗവൺമെന്റിൽ നിന്ന് സപ്പോർട്ട് വാങ്ങിച്ചിട്ടില്ല, സ്വന്തം അധ്വാനത്തിന്റെ ഫലം. പക്ഷെ നമ്മൾ കാണുന്ന മനസ്സിലാക്കേണ്ട കാര്യം അത് സജീഷിന്റെ ഐഡിയ ആണ് തുടങ്ങുക എന്നുള്ളത്. സജീഷിന്റെ പ്രോജക്ട് മാനേജ്മെന്റ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു ഓപ്പറേഷൻസ് എല്ലാം നോക്കുന്നത് ചിഞ്ചുവാണ്. ചിഞ്ചുവിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബിടെക് കമ്പ്യൂട്ടർ സയൻസുകാരനാണ്. 5 വർഷം അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജോലി ചെയ്ത് ഭാര്യയോടൊപ്പം ജോലി ചെയ്തിട്ട് അവിടെ ഗ്രീൻ കാർഡ് റിട്ടയർ ആയപ്പോൾ നാടിനെ കുറിച്ച് മിസ് ചെയ്യുകയും നാട്ടിൽ വന്ന് ജോലികളും ചിന്തിച്ച് തിരിച്ചു വരികയും ഈ കൂട്ടുകാരെ കൊണ്ടുവരുന്നത് ഇപ്പോഴും അതിന്റെ ബിസിനസ് എക്സിക്യൂഷൻ ചെയ്യുന്നത് ചിഞ്ചുവാണ്. അപ്പൊ ഒരാൾ മാർക്കറ്റിംഗ് സൈഡിൽ നോക്കുന്നു, ഒരാൾ മാനേജ്മെന്റ് നോക്കുന്നു, ഒരാൾ ഫിനാൻസിൽ നോക്കുന്നു. ഇവർ 3 പേരും ചേരുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ ഓരോരുത്തരും ഓരോ കമ്പനിയിൽ നിന്നും ഒരു മാസം 1 ലക്ഷം രൂപ വെച്ചാണ് ഡയറക്ടർ എന്ന് പറയുന്ന ശമ്പളം. അതായത് മാസം വാങ്ങിക്കുന്ന ശമ്പളം 2 ലക്ഷം രൂപ 2 കമ്പനിക്കാരുടെ വാങ്ങിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, ഇവിടെ ഇരിക്കുന്ന ഏറ്റവും വലിയ IAS കിട്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് 1.5 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപയായി. പക്ഷെ അത് മാട് പോലെ കിടന്ന് പണിയെടുക്കുകയും മന്ത്രിയുടെയും ഈ പറഞ്ഞ പോലെ മേളിരിക്കുന്നവരെല്ലാം ചീത്ത കെട്ടിട്ടാണ് ഈ IAS പൈസ വാങ്ങുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ചീത്ത കേൾക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കസ്റ്റമറാണ്. അവർ പിന്നെ കസ്റ്റമറെ ഫേസ് ചെയ്യുക, പ്രോഡക്റ്റ് കൊടുക്കുക, സർവീസ് കൊടുക്കുക, കാശ് വാങ്ങിക്കുക.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ 3 പേർക്ക് പിടിക്കുന്നത് ഇത് ചെയ്യാൻ പറ്റും. അമേരിക്കയിലെ ജോലി കളഞ്ഞിട്ട് തിരിച്ചു വന്ന് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള മറൈൻ നേവിയിലെ ജോലി കളഞ്ഞിട്ട് വന്നിരിക്കുന്ന ആള് IT സെക്ടറിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഈ ഇന്റീരിയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത അഭിനന്ദത്തിന്റെ നാളെ രാവിലെ അഭിനന്ദന്റെ പുതിയ ആൾക്കാരുടെ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നില്ല, സ്ഥലം വേണം, കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കണം, സ്ഥലം കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. നാളെ ടെക്നോ പാർക്കിനകത്ത് തന്നെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ 10-35 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് ഒരു ഗ്രാമപ്രദേശമാണ് തിരുവനന്തപുരത്ത് പോത്തക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നത് 3 പേര് വരുന്നത്. ഒരു സാധാരണ അപ്പൊ എപ്പോഴും അഭിനന്ദ എന്നോട് പറയും, സാർ ഞങ്ങളൊന്നും അങ്ങനെ കോടീശ്വരന്മാരുടെ മക്കളൊന്നുമല്ല, എന്റെ അച്ഛൻ ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടർ ആയിരുന്നു, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ്, സാധാരണ ആൾക്കാരുടെ മക്കളാണ്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാം വളരണമെന്നും അധ്വാനിക്കണമെന്നും കാശുണ്ടാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അഭിനന്ദ് ഓടിക്കുന്നത് ഞാൻ നോക്കി, അഭിനന്ദ് ഓടിക്കുന്നത് 17 ലക്ഷം രൂപയുടെ കാർ വാഹനമാണ്. ഞാനും അതിനകത്ത് കുറച്ച് നേരം യാത്ര ചെയ്തു. മറ്റേ ആളാരാണ്? ചിഞ്ചു ഓടിക്കുന്നത് ഫോർഡിന്റെ എക്കോസ്പോർട്ടാണ്. ഞാൻ പറയും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വരുന്ന ആൾക്കാരിലെല്ലാം ഇരിക്കുന്നത് മറ്റേ ഉപയോഗിക്കുന്നത് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനമാണ് ഓരോരുത്തരും. അപ്പൊ ഇവരെല്ലാം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, സ്വന്തം വീട്, ഈ 35ാമത്തെ വയസ്സിന്റെ അച്ചീവ്മെന്റ് എല്ലാം വന്നിരിക്കുന്നത് സംരംഭങ്ങളിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തെ ഓർത്ത് അറബിയുടെ കീഴിൽ അടിമകളായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ പോകരുത്. പോകേണ്ടി വന്ന കുറച്ചു നേരം പൊക്കോളൂ, പോയിട്ട് അവിടെ നിങ്ങൾ പണമായിട്ട് തിരിച്ചു വരും. ഇതുപോലെ വ്യത്യസ്തമായ ചിന്തകൾ, അവസരങ്ങൾ നോക്കുക. എല്ലാം നമുക്ക് തനിയെ ചെയ്യാൻ പറ്റില്ല. ഇവരുടെ കൂട്ടായ്മയാണ് ഇവരുടെ വിജയം. നിങ്ങളുടെ കൂട്ടത്തിലുള്ള കഴിവുള്ള ആൾക്കാരെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ പണം ഉണ്ടാകും, ഒരാളുടെ വിൽക്കാനുള്ള കഴിവുണ്ടാകും, ഒരാളുടെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാകും. ഈ കഴിവുകളെല്ലാം ഒരുമിച്ച് നല്ല ടീമിന്റെ ഭാഗമാകുന്നതാണ് സംരംഭങ്ങൾ വിജയകരമാകുന്നത്. എന്റെ കുട്ടികൾ ഞാൻ പറയുന്നത്, മലയാളി കുട്ടികൾ ദയവ് ചെയ്ത് പുറത്തു പോകരുത്, ഇവിടെ തന്നെ ജോലി ചെയ്യുക. നമ്മുടെ നാട് നന്നാകട്ടെ, അതിനോടൊപ്പം നിങ്ങളുടെ കുടുംബങ്ങൾ നന്നാകട്ടെ, നിങ്ങളുടെ സന്തോഷമായിട്ട്. താങ്ക് യു.